ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂജപ്പുരയാണ്. പൂജപ്പുര നവരാത്രിയോടനുബന്ധിച്ച് 3-ാം തീയതി മുതൽ തുടങ്ങി 13-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മേളയുണ്ട്. ഈ പുറകിൽ മേളയുടെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ക്ഷേത്ര ഗ്രൗണ്ടിലാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് സ്റ്റാളുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മേളയിലെ കാഴ്ചകളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതായതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു മേളയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും വൈകുന്നേരം ഇപ്പോൾ നമ്മൾ 3 മണി 4 മണി സമയത്താണ് എത്തിയിട്ടുള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സ്ഥലം മുഴുവൻ ആൾക്കാർ വന്ന് നിറയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അറിയായിരുന്നു ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു മേളയാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അല്പം താമസിച്ച് വരുന്നുണ്ട്. 13-ാം തീയതി വരെ ഉള്ളൂ മേള. എന്തായിരുന്നാലും ഇതൊരു നോട്ടിഫിക്കേഷനായിട്ട് സ്വീകരിക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി താമസിച്ച് പോയി. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് പൂജപ്പുര നടക്കുന്നൊരു മേളയെക്കുറിച്ചാണ്. അതായത് ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മേള. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഈ മേള ഉണ്ടായിരുന്നു. വലിയൊരു മേളയാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്റ്റേജിൽ ഒരുപാട് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് കരോക്കെ ഗാനമേളയും അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളയുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. സ്ഥിരം കാണുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട്. എന്നാലും ഇവിടെ വരുന്ന ജനങ്ങൾ, അതായത് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വൈകുന്നേര സമയം നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത്. വൈകുന്നേര സമയം കുറച്ച് സമയം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പുറകോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അത്രത്തോളം ജനങ്ങൾ വരുന്ന ഒരു മേളയാണ് ഇവിടെ. മേളയിൽ പ്രധാനമായിട്ട് ഫാൻസി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, പിന്നെ ഫുഡ് കോർട്ടുകൾ, പുസ്തകങ്ങൾ വാങ്ങാം. അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ മേളയിലും നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ ഉണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കാര്യം. ഈ സമയം തന്നെ നമ്മുടെ മാനവീയം വീതിയിലൊരു മേള നടക്കുന്നു. അതുപോലെ തന്നെ ശാന്തിഗിരിയിൽ ഒരു വലിയ മേള നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നമ്മൾ പോയതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അത് കാണാത്തവരുടെ കാണുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ആണോയെന്ന് നോക്കുക. കാരണം ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് താമസിച്ച് പോയി. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നീടും താമസിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും വീഡിയോകൾ കാണുന്നത്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരുന്ന, അതായത് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിരുന്ന നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. മേളയിൽ ഫർണിച്ചർ മേളയും അതുപോലെ തന്നെ ഒട്ടനവധി ഗെയിംസും, പിന്നെ മേളയുടെ പുറത്ത്, അതായത് ആ ഗ്രൗണ്ടിൽ തന്നെ ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുണ്ട്. വലിയ ആൾക്കാർക്കും ഒക്കെ കയറാൻ കണക്കിനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാൻ പറ്റുന്നത് ഒരു 360 വീഡിയോയുടെ ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേക ടിക്കറ്റാണ്. ബാക്കിയുള്ളതിന് പ്രത്യേക ടിക്കറ്റാണ്. എന്തായാലും അതൊരു വെറൈറ്റി ആയിട്ട് നന്നായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോകുന്നവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേളയിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ വിശേഷങ്ങളുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ഇതുവരേക്കും ബൈ.